ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ആഫ്റ്റർനൂൺ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ആഫ്റ്റർനൂൺ ഞാനിരുന്ന് പഠിക്കുന്നതൊക്കെയാണ്. എനിക്ക് ആക്ച്വലി ഇപ്പോൾ സ്റ്റഡി ലീവാണ്. ഇനിയിപ്പം സ്റ്റഡി ലീവ് കഴിഞ്ഞ ഉടനെ സെമസ്റ്റർ എക്സാംസാണ്. ഇപ്പോൾ അതിനു വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആഫ്റ്റർനൂണൊന്നും പഠിക്കാൻ അത്ര ഇഷ്ടമല്ല. ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്, ഉറക്കമൊക്കെ വരും. അപ്പം ഞാൻ ഇന്നോർത്തു അതൊന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം പഠിക്കുമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ ഞാൻ പഠിക്കാൻ എടുത്തിട്ടുള്ളത് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര വേസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കുറേ തിയറി അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ആക്ച്വലി പഠിക്കുന്നതെല്ലാം മറന്നു പോകും. ഞാനാണെങ്കിൽ കഴിഞ്ഞ ഇൻറ്റേർണൽ എക്സാംസിന് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഞാൻ മറന്നുപോയി. നമ്മൾ എക്സാമിന് കുഴപ്പമില്ലാതെ എനിക്ക് എഴുതാൻ പറ്റി. പക്ഷേ ആ എക്സാമിന് കയറിയപ്പോൾ എനിക്ക് ഓരോ ടോപ്പിക്ക് കാണുമ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കണ്ടേ, നമുക്ക് സബ് ടോപ്പിക്സ് അതൊക്കെ കാണുമല്ലോ, അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോട്ട്സൊക്കെ ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഷോർട്ട് നോട്ട്സ് പോലെ ഉണ്ടാക്കാൻ. മെയിനായിട്ടുള്ള ഡെഫിനിഷൻസ്, ലൂസ്, അതേപോലെ ഓരോരുത്തരും സബ് ടോപ്പിക്സ് ഒക്കെ കാണുമല്ലോ, ഫാക്ടേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെ. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഞാനിങ്ങനെ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ട് കുറേ നാളായി. പണ്ട് 12th പഠിക്കുന്ന സമയത്ത് വീഡിയോ ക്ലാസ്സൊക്കെ കണ്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി. അപ്പോൾ എക്സാമിൻ്റെ അന്ന് രാവിലെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പെട്ടെന്ന് അതൊക്കെ ഒന്ന് നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും ചെയ്യാറേ ഇല്ല. എനിക്കാണെങ്കിൽ രാവിലെ എക്സാമിന് മുന്നേ എല്ലാം ഒന്ന് വായിക്കുന്ന ഒരു ഭയങ്കര കോൺഫിഡൻസ്, എന്നാലും എനിക്കൊരു ഓർമ്മ വരുന്ന പോലെ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പോഴൊക്കെ അത്രയൊന്നും സമയമൊന്നും കിട്ടാറില്ല. ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത്തവണ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി നോക്കാം. ഇത് നേരത്തെ വർക്ക് ചെയ്യുന്നതായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തൊരു സ്നാക്കൊക്കെ കഴിച്ചു. പിന്നെയും തിരിച്ചൊന്ന് പഠിക്കാനിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ എക്സാമിന് ഇതുപോലെ പഠിച്ച ടോപ്പിക്സ് മറന്നു പോവുക, സബ് ടോപ്പിക്സൊക്കെ ഓർമ്മ വരാതിരിക്കുക. ഇപ്പം നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സൊക്കെ കാണുമല്ലോ, അതൊക്കെ ഓർക്കാതെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഒരുപാട് വലിയ നോട്ടാകരുത്, പേര് പോലെ തന്നെ ഷോർട്ട് നോട്ടായിരിക്കണം, ഇല്ലെങ്കിൽ അത് തന്നെ നോക്കാൻ നമുക്ക് മടിയാവും. ഓൾമോസ്റ്റ് ഒരു 3 to 4 hours ഞാനിരുന്ന് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. കുറച്ച് ടോപ്പിക്സ് ഞാൻ കവർ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന്.
അപ്പം ഞാൻ കിച്ചണിൽ വന്ന് ഒരു കോഫിയൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, ജിമ്മിലേക്ക് പോകണം. ആക്ച്വലി എനിക്ക് ഈ ചൂടത്ത് ജിമ്മിൽ പോകാൻ ഭയങ്കര മടിയാണ്. അത്ര ഹോട്ട് ക്ലൈമറ്റ് അല്ലേ, പക്ഷേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനൊരു പ്രീ വർക്കൗട്ട് പോലെ യൂഷ്വലി കോഫിയാണ് കുടിക്കാറ്. എനിക്ക് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ. അപ്പം ഞാൻ കോഫി ഉണ്ടാക്കി കുടിച്ചിട്ട് പോയി ജിമ്മിലേക്ക്. ഇതാണ് ജിമ്മിൻ്റെ ഒരു ഔട്ട്ഡോർ വ്യൂ. കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ എടുത്തത് രാത്രിയിൽ. പിന്നെ ഇന്ന് ജിമ്മിൽ അധികം ആളുണ്ടായിരുന്നില്ല, വർക്കൗട്ട് ചെയ്യാൻ അതുകൊണ്ട് സുഖമായിരുന്നു. പിന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന വൈനൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം ഒരു 7 days. എല്ലാ ദിവസവും നമ്മളെടുത്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കി മിക്സ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനെല്ലാം എടുത്ത് സേഫായിട്ട് ഇളക്കി പിന്നെ നന്നായി കെട്ടി വെച്ചു. കെട്ടി വെക്കുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായില്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എന്നും പേടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നൊന്ന് ഫ്രഷായി പയ്യെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഗൈസ്.